എനിക്കറിയാം ഏജൻസികളിൽ നമ്മൾ കൊടുത്താൽ നമ്മൾ പുറകെ പോകുന്ന പാടും ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഹൈറാങ്കിയർ. ഹായ്, എൻ്റെ പേര് ഹാൻസൽ. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ എൻ്റെ +2 കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മനിലേക്ക് പോകാൻ വേണ്ടി ഞാൻ തീരുമാനിക്കുകയും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ 2-3 ഏജൻസിയിലൊക്കെ കൊടുത്തായിരുന്നു. പക്ഷെ എനിക്ക് എവിടെയും ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കിട്ടാൻ ഭയങ്കര ലാഗായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഒരു കസിൻ ഹൈറാങ്കിയർ വഴി ജർമ്മനിക്ക് നഴ്സിംഗ് അസിസ്റ്റൻ്റ് വേണ്ടി പോയത്. അങ്ങനെയാണ് ഞാൻ ഹൈറാങ്കിയറിൽ ഞാൻ ആദ്യം കൊടുക്കുന്നതും. എനിക്ക് വിത്തിൻ എൻ്റെ ഒരു മാസത്തിലുള്ള എൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം കഴിയുകയും ഇൻ്റർവ്യൂ എനിക്ക് പാസ്സാവുകയും എല്ലാം ചെയ്തു. ഞാനിവിടെ 1.5 വർഷം നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് നിന്നൊരു വ്യക്തിയാണ്. ഞാനിവിടെ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിപ്പിക്കാൻ കയറിയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം ഏജൻസികളിൽ നമ്മൾ കൊടുത്താൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുന്ന പാടും ബുദ്ധിമുട്ടൊക്കെ എനിക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഹൈറാങ്കിയർ. നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, അവരെന്തായാലും നമ്മളെ കയറ്റിക്കൊണ്ട് പോകും. ഇനിയും ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാനിരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ലൊരു ഏജൻസിയാണ് തപ്പി പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഹൈറാങ്കിയറിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആയിരുന്നു. ഒരു സമയത്ത് എനിക്ക് പേടിയായിരുന്നു, എനിക്ക് ജർമ്മനിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുമോ. എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയി, ഞാൻ മാത്രമേ ഇനി ഇവിടെ ഉള്ളായിരുന്നു. എൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും 1 year പ്ലസ് ആയായിരുന്നു എക്സാം എഴുതി കഴിഞ്ഞിട്ട്. ഇതെല്ലാം എനിക്കിപ്പോൾ എൻ്റെ ഡ്രീം ഇപ്പോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് തന്നെ ഹൈറാങ്കിയർ ഉള്ളതുകൊണ്ട് മാത്രമാണ്. സാധാരണ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഏജൻസി വഴി പോകുമ്പം ആദ്യം പേയ്മെൻറ്റ് വാങ്ങുക, പിന്നെ പേയ്മെൻറ്റ് വാങ്ങി കഴിയുമ്പോൾ പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാട്, പിന്നെ എവിടെയെങ്കിലും നമുക്ക് ഇത് ക്യാൻസലായ പേയ്മെൻറ്റൊക്കെ തിരിച്ചിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം എനിക്കും ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു, ഏജൻസിയിൽ കൊടുക്കാനൊക്കെ സത്യം പറയാൻ പേടിയായിരുന്നു. ഈ പേയ്മെൻറ്റ് ഇഷ്യൂ കുറേ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഹൈറാങ്കിയറിൽ എന്നെ മാറ്റി ചിന്തിച്ചതെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ വിസയും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞിട്ടാണ് ഫുൾ പേയ്മെൻറ്റ് വാങ്ങിയത്. ഒരു പൈസ പോലും എൻ്റെ അവർ പേയ്മെൻറ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. വിസ എല്ലാം സ്റ്റാമ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റും കാര്യങ്ങളും എല്ലാം അവർ വാങ്ങിയത്. പൈസയുടെ കാര്യത്തിന് ഒരു ഇതോ വേഗം തരണമെന്നോ ഒന്നും നമ്മളെ അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എല്ലാം ഭയങ്കര സ്മൂത്തായിരുന്നു. അപ്പം എനിക്കത് ഒരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം പോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പേയ്മെൻറ്റ് കാര്യമൊക്കെ ആദ്യം നമ്മൾ ഒരു ഹാഫ് പേയ്മെൻറ്റ് കൊടുക്കണം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഹൈറാങ്കിയർ അപ്പം നമുക്കൊരു ട്രസ്റ്റ് ആയിരുന്നു. നമ്മൾ കയറി പോയെങ്കിൽ മാത്രം അവർ പേയ്മെൻറ്റ് കാര്യങ്ങൾ ചോദിക്കത്തുള്ളായിരുന്നു. അപ്പോൾ അവിടെ തന്നെ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഒരു ജെന്യൂനിറ്റി അവരുടെ ഫീൽ ചെയ്തു. നമ്മളെങ്ങനെയും കയറ്റിക്കൊണ്ട് പോവുക എന്നതാണ് അവരുടെ ഇത്. അല്ലാണ്ട് അവർ ഒരു പൈസയുടെ പുറകെ പോകുന്നൊരു ഏജൻസി അല്ലെന്ന് അതിൽ തന്നെ എനിക്ക് ഇതായിരുന്നു, ട്രസ്റ്റ് ആയിരുന്നു. ബിജി സാറാണെങ്കിലും എപ്പോഴും നമ്മളെ വിളിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും എല്ലാം അവിടുത്തെ വരുന്ന കാര്യങ്ങളാണ്, അവിടുത്തെ ക്ലൈമറ്റ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ കോളിലും എല്ലാ കാര്യങ്ങളും പറയും. ഇപ്പോൾ പിക്ക് ചെയ്യാനാണെങ്കിലും ബിജി സാർ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് അവരുടെ അസിസ്റ്റൻസ് ഉണ്ട്. താങ്ക് യു ഹൈറാങ്കിയർ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഡ്രീം എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഹൈറാങ്കിയറിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. താങ്ക് യു ഹൈറാങ്കിയർ.